ഹായ് ഗായ്സ്, ഞാനിപ്പോൾ K2 ബ്രോസിലെ എൽദോ ആണ് സംസാരിക്കുന്നത്. തിരുവഞ്ചൂർ സ്ഥലത്തോട്ട് വരാനൊക്കെ പോയി കഴിഞ്ഞാൽ 4 ഭാഗത്തും വെള്ളം കൂടി കിടക്കുകയാണ്. വരുന്നവർ അടിച്ചു വിട്ട് പോരാതെ വളരെ നൈസായിട്ട് പോരുന്നവർ വളരെ വണ്ടി ഇറക്കി കഴിഞ്ഞാൽ മിക്കവാറും വണ്ടിയൊക്കെ നിന്ന് പോകാനുള്ള സാധ്യത കൂടുതലാണ്. സോ ചാൻസ് എടുക്കാതിരിക്കുക. 4 ഭാഗം വെള്ളമാണ്. ഇതിപ്പം നമ്മുടെ 4 മണിക്കാറ്റ് ഏരിയ ആണിത്. ഇവിടെ ഒരു 1 കിലോമീറ്റർ എന്ന് വേണമെങ്കിൽ പറയാം, ഫുള്ള് വെള്ളം കയറി കിടക്കുകയാണ്. അപ്പം റിസ്ക് എടുക്കാതെ വീട്ടിൽ തന്നെ ഇരിക്കുക. പിന്നെ വെള്ളം കാണാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ വണ്ടി അപ്പുറം ഇട്ടിട്ട് വെള്ളത്തിലൂടെ നടക്കാം, ഒരു കുഴപ്പമില്ല. അതിപ്പം അപ്പുറത്തെ സൈഡിൽ അവിടെ ഇച്ചിരി ഒഴുക്കൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടി ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുക. ഓക്കെ, ഇത് പാലമുറി ഭാഗമാണ്. മന്ത്രക്കാട്ടിൽ നിന്ന് വരുമ്പോൾ ആ ഷാപ്പൊക്കെ കഴിഞ്ഞിട്ട് ആ സൈഡിൽ വെള്ളം വളരെ അധികമായിട്ട് കൂടിയിട്ടുണ്ട്. ഇതാ പാലമുറി പാലത്തിൽ നിന്നുള്ളൊരു വിഷ്വലാണ്. ഇവിടെ അത്യാവശ്യം നല്ല വെള്ളമുണ്ട്. ഇവിടെ വെള്ളം വഴി കയറിയിട്ടുമുണ്ട്. അവിടെ ഈ മൊത്തം ഒഴുക്കുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആരും റിസ്ക് എടുക്കരുത്, വണ്ടി ഒന്നും ഇറക്കാതിരിക്കുക. എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി വേണം ഇവിടെ വരാം. നമുക്ക് എൻ്റർടൈൻമെൻറ്റ്. കുറേ ആൾക്കാരുടെ വീടുകളിൽ വെള്ളം കയറി വളരെ ഒരു ദുരിതാവസ്ഥയിലാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പിന്നെ എന്തെങ്കിലും ഫണ്ട് ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ അതിലെല്ലാം പങ്കുചേരുക. നമുക്ക് വീണ്ടും തിരിച്ചു വരണം. നമ്മുടെ കേരളം ഇനിയും സർവൈവ് ചെയ്യുമല്ലോ. അപ്പം നമ്മളിപ്പോൾ വെള്ളത്തിലൂടെ ഒന്ന് അപ്പുറത്തോട്ട് ക്രോസ് ചെയ്യുവാണ്. ഏകദേശം എന്ത് വെള്ളമുണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. വൈകുന്നേരം ആകുമ്പോൾ ഇതിലും കൂടുതൽ വെള്ളമാകുമെന്നാണ് ഇവിടുത്തെ ആൾക്കാർ പറയുന്നത്. വെള്ളം വന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇറക്കമൊന്നും ഇട്ടിട്ടില്ല. വൈകുന്നേരം ഇതിലേ പോകാൻ പറ്റുമെന്ന് പോലും സംശയമാണ്. സോ നേരത്തെ തന്നെ ഒരു വീഡിയോ എടുത്ത് നിങ്ങളെ അറിയിക്കുകയാണ്. ആരും റിസ്ക് എടുക്കാതിരിക്കുക, വീടുകളിൽ സേഫായിട്ടിരിക്കുക. എല്ലാവരും സേഫാണെന്ന് വിചാരിക്കുന്നു. ക്യാമ്പുകളിൽ കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട്. തിരുവഞ്ചൂർ ഭാഗത്ത് വഴി പൊയ്ക്കൊണ്ടിരിക്കുന്ന എല്ലാവരും ഡൈവേർട്ട് ചെയ്ത് കോട്ടയം ഭാഗത്ത്, അതായത് സംക്രാന്തി കൂടി കോട്ടയം ഭാഗത്തൂടെ പോകേണ്ടതാണെന്ന് അറിയിച്ചു കൊള്ളുന്നു. ഓക്കെ, താങ്ക് യു. നാടുകാരൻ്റെ 1 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫുള്ള് വെള്ളം കയറി കിടക്കുക. അവിടെ പിന്നെയും മഴ കൂടുന്നതല്ലാതെ ഒട്ടും കുറയുന്നില്ല. വളരെ ശക്തമായ രീതിയിൽ തന്നെ മഴ പെയ്യുന്നുണ്ട്. സോ ആരും യാത്ര ചെയ്യാതിരിക്കുക. വെള്ളം രൂക്ഷമാണ്. ഇന്നലെ രാത്രി 9 മണിക്കാണ് ഇവിടെ വെള്ളം കയറിയത്. വെള്ളം വരവ് തന്നെയാണ്.